ഹലോ ഗൈസ്, ഫൈൻഡ് റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മളിന്ന് 2 ബെഡ്റൂമുള്ള ഒരു ചെറിയ വീടാണ് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത്. ഈ കാണുന്ന പോലെ തന്നെ നല്ല കോൺക്രീറ്റ് റോഡ് ഫ്രണ്ടേജിലാണ് വീട് വരുന്നത്. 3 സെൻറ്റ് സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഒരു കുഞ്ഞൻ വീടാട്ടോ. ആർക്കെങ്കിലും താല്പര്യമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ചെറിയ ബഡ്ജറ്റിനുള്ള വീടുകളൊക്കെ ആവശ്യക്കാർ ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ നിങ്ങളെ കുടുംബത്തിൽപ്പെട്ട ആൾക്കാരോ അല്ലെങ്കിൽ കമ്പനിക്കാരോ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഇപ്പോൾ ഈ സൈഡ് ഭാഗത്ത് ഫുള്ള് ഇതുപോലെ കരിങ്കല്ല് വെച്ച് കെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ വീടിൻ്റെ പിറകുവശത്തേക്കാണ് പോകുന്നത്. ജനവാതിലൊക്കെ സിമൻറ്റിൻ്റെ ജനവാതിലാണ്. അത്രയും ബഡ്ജറ്റ് കുറഞ്ഞുള്ളൊരു വീടാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള മെറ്റീരിയലുകളാണ് യൂസ് ചെയ്തിട്ടുണ്ടാവുക. ഈ കാണുന്ന സൈഡ് ഭാഗത്തൂടെ കേട്ടോ. നമ്മളെ ഒരു 3 സെൻറ്റ് സ്ഥലം ഇവിടെ നല്ല വൃത്തിയിൽ കെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. വീടിൻ്റെ പിറകുവശമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. 2 ബെഡ്റൂം ആട്ടോ ഈ വീടിനുള്ളത്. ഇവിടുന്ന് നമ്മൾ ഈ സൈഡ് ഭാഗത്ത് ഇങ്ങനെ ഇത്ര ഏരിയ കേട്ടോ, ഈ കാണുന്നൊരു ഏരിയയാണ് സ്പേസ് ഉള്ളത്. നല്ലൊരു കുഞ്ഞൻ വീടാണ്. കറണ്ടിൻ്റെ കണക്ഷൻ ഉണ്ട്. പിന്നെ വാതിൽപ്പൊളി വെക്കാനുണ്ട്. ബാക്കി പ്ലംബിങ്ങിൻ്റെ പണികളൊക്കെ കഴിഞ്ഞതാണ്. ഇനി നിലത്തിൻ്റെ പണി, അതുപോലെ തന്നെ വാതിൽപ്പൊളീൻ്റെ പണിയാണ് മെയിനായിട്ടുള്ളത്. ഈ കാണുന്ന കേട്ടോ കിച്ചൺ അത്യാവശ്യം ഒരു ചെറിയൊരു കിച്ചണാണ്. ചെറിയൊരു ഫാമിലിക്ക് വേണ്ടി പറ്റിയ ആ രീതിയിലുള്ളൊരു വീടാണ്. ഇവിടെ നമുക്ക് വാഷ് ബേസിൽ നോക്കാനുള്ള സ്പേസ് ഉണ്ട്. പൈപ്പിൻ്റെ കണക്ഷൻ ഓൾറെഡി കൊടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇലക്ട്രിക്കലിൻ്റെ പണി ചെയ്യാനുണ്ട്. ഈ ഒരു വെൽപ്പാട്ടോ ഈ ഒരു ചെറിയൊരു കിച്ചണുള്ളത്. ഇനി ഈ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ 2 ബെഡ്റൂം കേട്ടോ. ഈ കാണുന്ന ബെഡ്റൂം ഒരു ചെറിയ ബെഡ്റൂം കേട്ടോ. അന്ന് വലുപ്പമുള്ള ബെഡ്റൂം ഒന്നും പറയാൻ പറ്റില്ല. ഒരു സ്റ്റാൻഡേർഡ് ബെഡ്റൂം എന്ന് വലുപ്പം പറയാൻ പറ്റില്ല. അതിനേക്കാളും കുറച്ചൊരു ചെറുതായിട്ടുള്ളൊരു ബെഡ്റൂമാണ്. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ജനവാതിൽ ഫുള്ള് സിമൻറ്റിൻ്റെ ജനവാതിലാണ്. ഇവിടെ നടുഭാഗത്ത് ഇവിടെ ബാത്റൂം കൊടുത്തിട്ടുള്ളത്. ഇത് 2ാമത്തെ ബെഡ്റൂമാണ്. 2ാമത്തെ ബെഡ്റൂം ഒരു ചെറിയ ബെഡ്റൂമാണ്. അന്ന് വലുപ്പമുള്ള ബെഡ്റൂമൊന്നും അവകാശപ്പെടാൻ പറ്റില്ല. അതുപോലെ തന്നെ അവിടെ ഒരു വലിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇത്രയും കാര്യമായിട്ട് അവിടെ ഉള്ളത്. 2 ബെഡ്റൂം, കോമൺ ബാത്റൂം. ഇതാണ് ഹാള് വരുന്നത്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു ഹാൾ തന്നെയാണ്. ഒരു ചെറിയ ഫാമിലിക്ക് നിൽക്കാൻ പറ്റിയ രീതിയിലുള്ള ഹാളാണ്. അതുപോലെ തന്നെ നമ്മളെ ഈ സൈഡ് ഭാഗത്ത് ഒക്കെ ഫുള്ള് കരിങ്കല്ല് വെച്ച് കെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. 3 സെൻറ്റ് എല്ലാം കരിങ്കല്ല് വെച്ച് കെട്ടിയിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട്. കോഴിക്കോട് നരിക്കിനി പന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ അടുത്തായിട്ടാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. നല്ല വൃത്തിയുള്ളൊരു കുഞ്ഞൻ വീട് കേട്ടോ. ഇനിയിപ്പോൾ വീടിൻ്റെ നിലത്തിൻ്റെ പണി ബാക്കിയുണ്ട്. പിന്നെ ഇലക്ട്രിക്കൽ പണി, പ്ലംബിങ്ങിൻ്റെ പണിയൊക്കെ ഒരു വിധത്തിലൊക്കെ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഈ കണ്ടീഷനിലുള്ള ഈ വീടിന് ചോദിക്കുന്ന വില ഈ കണ്ടീഷനിൽ കേട്ടോ. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ കാണുന്ന കണ്ടീഷനിൽ ഉള്ള വീടിന് ചോദിക്കുന്ന വില വെറും 11.5 ലക്ഷം രൂപയാണ്. അതും പ്രൈസ് ചെറിയ തോതിൽ നെഗോഷ്യബിൾ ആണ്. ഇനി ബാക്കി പണിയൊക്കെ കഴിയുകയാണെങ്കിൽ റേറ്റ് കുറച്ച് കൂടും. ഇപ്പോൾ ഈ നിലവിലെ കണ്ടീഷനിൽ 11.5 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. കോഴിക്കോട് നരിക്കിനി പന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ അടുത്തായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വിളിച്ചോളി. എൻ്റെ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 1 ലക്ഷം രൂപ നമ്മൾ ഗിവ് അവേ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗിവ് അവേയിൽ പങ്കെടുക്കാൻ നിങ്ങൾ 2 അക്കൗണ്ട് ജസ്റ്റ് ഒന്ന് ഫോളോ, സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. അപ്പോൾ പുതിയ വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ